അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് തെരണ്ടി മീൻ, സ്റ്റിംഗ് റേ എന്ന് പറയും. സാധാരണഗതിയിൽ തെരണ്ടിയൊക്കെ നമ്മുടെ തനി കേരള റെസിപ്പി എന്ന് പറയുന്നത് ചുവന്നുള്ളിയൊക്കെ ഇട്ട് വറുത്തരച്ച് തീയൽ വെക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് തെരണ്ടി മീൻ. പക്ഷേ ഞാനിന്ന് അതിനൊരു വെറൈറ്റി പിടിച്ചിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബീഫ് കറി വെച്ചതുപോലെ വെച്ചു. അതാകുമ്പോൾ ബീഫാണെന്ന് പറഞ്ഞാണ് എൻ്റെ മോൾക്ക് ഞാൻ കൊടുത്തത്. അത്രയും ടേസ്റ്റായിരുന്നു, അങ്ങനെ തന്നെ നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം ഒരു മീൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാം. സാധാരണ എണ്ണ എല്ലായിടത്തും എത്തുന്ന രീതിയിലും ചുറ്റിച്ചെടുക്കുക. അതിനുശേഷം 2 സവോള ചെറുതായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുത്തു. സവോള ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ഇഞ്ച് നീളത്തിനുള്ള ഇഞ്ചിയും ഒരു 15 അല്ലി വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുത്തു കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുത്താലും അടിപൊളി നന്നായിരിക്കും. കാര്യം ഉള്ളിയുടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം ബാക്കി പൊടികളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ള പാകമാവും. അപ്പോൾ അതെ, ഇത് നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഉള്ളിയൊക്കെ. അപ്പം ഞാൻ ആദ്യം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ മല്ലിപ്പൊടി, അതായത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് ആ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, പച്ച മണം ഒന്ന് മാറിക്കിട്ടുക. അതിനുശേഷം ഇതിനകത്തേക്ക് 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ ഇതിനകത്തേക്ക് പുളിക്ക് പകരം നമ്മൾ വേറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, പുളിയൊന്നും ചേർക്കുന്നില്ല. അതിന് പകരം 1 സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ 1 സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 സ്പൂൺ ഗരം മസാല, മീറ്റ് മസാലയോ ഗരം മസാലയോ എന്താണെന്ന് വെച്ചാൽ അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ആ പച്ചമണം, പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച തെരണ്ടി മീൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഈ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം കേട്ടോ. ലോ ഫ്ലെയിമിൽ മസാലയായിട്ട് തെരണ്ടി മീനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതെ, ഇങ്ങനെ തന്നെ ഈ നമ്മൾ വെള്ളം ചേർക്കാണ്ട് ഇങ്ങനെ നമ്മുടെ എന്താ പറയുക റോസ്റ്റ് പോലെ ഇങ്ങനെ ആക്കിയെടുക്കാം. പക്ഷേ ഞാനിവിടെ കറിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തു. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 to 6 മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തു. കാര്യം ഇത് വളരെ സോഫ്റ്റായിട്ടുള്ളൊരു മീറ്റാണ് തെരണ്ടി മീൻ്റെ. ഇത് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അപ്പം വെന്ത് പൊട്ടിപ്പോകാണ്ടിരിക്കാനാണ് ഇത് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സ് ഒക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഇതേ കണ്ടോ, കറക്റ്റ് പാകമാണ്. ഇങ്ങനെ നമ്മുടെ അതിൻ്റെ എന്താ പറയുക ആ മീറ്റൊക്കെ ഇങ്ങനെ വിട്ട് വരും. അത് മീനിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ മേലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അങ്ങ് മൂടി വെച്ചേക്കുക. കഴിക്കാൻ നേരം എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ബീഫ് തോറ്റ് മാറി നിൽക്കും. അപ്പോൾ കുട്ടികളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ ബീഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ തെരണ്ടി മീൻ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും എൻ്റെ പേജസൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അവിടെ കുറേ കുഞ്ഞു വീഡിയോസ് ഉണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും ടേക്ക് കെയർ, ബൈ.